വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മൈസൂർക്ക് ഒരു ഓട്ടോ കൊണ്ട് വരുന്നതെന്ന് ചോദിച്ച് നമ്മുടെ ഒരു കോ ഡ്രൈവർ വിളിച്ചു കേട്ടോ. പിന്നൊന്നും നോക്കിയില്ല, അടുത്ത ട്രെയിൻ കയറി നേരെ ലൊക്കേഷനിലെത്തി. കേരള കർണാടക ബോർഡർ തലപ്പാടി കേട്ടോ ലോഡ്. ഒരു 6:45-7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ലോഡ് കിട്ടി. നമ്മൾ നേരെ വണ്ടി എടുത്ത് തലപ്പാടി ബോർഡർ കേരള കർണാടക ബോർഡറിലെത്തി കേട്ടോ. മംഗലാപുരത്തേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് 1-2 ലൊക്കേഷനിൽ ലോഡ് ഇറക്കാനുണ്ട്. എന്താ ലോഡ് എന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. അങ്ങനെ ബോർഡർ കഴിഞ്ഞ പാടെ ആദ്യം കണ്ട പമ്പിൽ കയറി നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഏകദേശം 10,000 രൂപ ചൂട് ഡീസലായി കേട്ടോ. വണ്ടിക്കകത്താണ് ആഡ് ബ്ലൂ ലേശം കുറവായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അത് ഫില്ല് ചെയ്യാമെന്ന് നമ്മുടെ കോ ഡ്രൈവർ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് വിട്ടു. ഇപ്പോൾ ആശാനാണ് ഓടിക്കുന്നത്. അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞ് എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് ആദ്യം കണ്ട ഹോട്ടലിൽ കയറി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മസാല ദോശ തന്നെ കഴിച്ചേ, അതാണ് സേഫ്, അല്ല ചിലപ്പോൾ പണി കിട്ടിയാലോ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വിട്ടു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷൻ കടബ, കർണാടകയിൽ കടബ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്. ഐസ്ക്രീമാണ് ലോഡ്. അപ്പോൾ ഇവിടെ ഇറക്കി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വിട്ടു. ഇനിയിപ്പോൾ ഞാനാണ് ഓടിക്കുന്നത്. കടബ ഇറക്കിയിട്ട് നമുക്ക് നേരെ പോകേണ്ടത് ഹസനിലേക്കാട്ടോ. ഹസനിലേക്ക് നമ്മൾ ലൊക്കേഷൻ വെച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഹസനിൽ മഴയൊക്കെ പെയ്ത് കറണ്ടൊന്നുമില്ല, അപ്പം നാളെ പകൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ മൈസൂർക്കാണ് ഇവിടെ, നമ്മുടെ അടുത്ത ലൊക്കേഷൻ മൈസൂരാട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഹസനിൽ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു കമ്പനിയിൽ നിന്ന്. രാത്രി ആയതുകൊണ്ട് തന്നെ വഴിയിൽ വലിയ വണ്ടിയൊന്നും ഇല്ലായിരുന്നേ. അതുകൊണ്ട് നൈസായിട്ട് ഒരു എക്കണോമി പിടിച്ചങ്ങ് വിട്ടു. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ റെയിൽവേ ക്രോസ് ഏകദേശം ഒരു 10-20 മിനിറ്റ് ഇവിടെ പോയി കേട്ടോ. നമ്മുടെ മുന്നിലും പുറകിലൊക്കെ വേറെ വണ്ടിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. നമ്മുടെ കോ ഡ്രൈവർ ആണെങ്കിൽ നല്ല ഉറക്കവും, അവനെ പിന്നെ വിളിക്കാനും പോയില്ല. അങ്ങനെ കുറേ നേരം കൂടി ഞാനൊന്ന് ചവിട്ടി കേട്ടോ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അങ്ങനെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ മൈസൂർ എത്തി കേട്ടോ. നമ്മുടെ കോ ഡ്രൈവർ നല്ല ഉറക്കമാണ്, അവനെ അപ്പോൾ ശല്യപ്പെടുത്താൻ പോയില്ല. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ ശരി.